പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമുക്ക് നക്ഷത്രങ്ങൾ ജന്മമെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശൂന്യാകാശത്തെ ഭീമാകാരമായ പൊടിപടലങ്ങളും വാതകങ്ങളും നിറഞ്ഞ നെബുലകളിൽ നിന്നാണ് നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെബുലകളെ നക്ഷത്രങ്ങളുടെ നഴ്സറി എന്ന് വിളിക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണിത്. നെബുലകൾക്കുള്ളിലെ ഹൈഡ്രജൻ വാതകം ഗുരുത്വാകർഷണം മൂലം ഒരിടത്ത് കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്ന വാതകങ്ങൾ കാലക്രമേണ വലിയൊരു വാതകഗോളമായി മാറുന്നു. ഇതിനെയാണ് പ്രോട്ടോസ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഗുരുത്വാകർഷണം കൂടുന്നതിനനുസരിച്ച് ഈ ഗോളത്തിനുള്ളിലെ ചൂടും സമ്മർദ്ദവും അചിന്തനീയമായ രീതിയിൽ വർദ്ധിക്കുന്നു. ഇവിടെയാണ് മാസ് അഥവാ പിണ്ഡം നിർണായകമാകുന്നത്. ഒരു നക്ഷത്രം ജനിക്കണമെങ്കിൽ ഈ ഗോളത്തിന് നിശ്ചിത അളവ് മാസ് ഉണ്ടായിരിക്കണം. വേണ്ടത്ര പിണ്ഡം ലഭിക്കുമ്പോൾ മാത്രമേ ഉള്ളിലെ താപനില ഏകദേശം 1.5 കോടി ഡിഗ്രി സെൽഷ്യസിലെത്തുകയുള്ളൂ. ഈ ഘട്ടത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന അതിശക്തമായ പ്രക്രിയ ആരംഭിക്കുന്നു. ഇതിലൂടെ ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഹീലിയമായി മാറുകയും അതിഭീമമായ അളവിൽ ഊർജവും പ്രകാശവും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതോടെ പ്രോട്ടോസ്റ്റാർ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി പരിണമിക്കുന്നു. നക്ഷത്രത്തിനുള്ളിലെ ഈ ഊർജവും ഗുരുത്വാകർഷണവും തമ്മിലുള്ള കൃത്യമായ സന്തുലിതാവസ്ഥയാണ് അതിനെ കോടിക്കണക്കിന് വർഷങ്ങൾ തകരാതെ നിലനിർത്തുന്നത്. ഇങ്ങനെയാണ് നക്ഷത്രങ്ങൾ പിറവിയെടുത്ത് അന്ധകാരം നിറഞ്ഞ ശൂന്യതയിൽ പ്രകാശത്തിന്റെ വിസ്മയങ്ങൾ തീർക്കുന്നത്. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണോ? പ്രപഞ്ചത്തിലെ ഏത് പ്രതിഭാസത്തെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്? താഴെ കമന്റ് ചെയ്യൂ. നമ്മുടെ പ്രപഞ്ചത്തിലെ ഇത്തരം നിഗൂഢതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.